കുഞ്ഞുങ്ങൾ മണ്ണിലും വെള്ളത്തിലും ഒക്കെ ഇറങ്ങി കളിക്കുന്നതും ഓടിച്ചാടി വീഴുന്നതൊക്കെ നല്ലതാണോ? അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ നമ്മൾ ഒത്തിരി ഓവർ സാനിറ്റൈസ് ചെയ്യുന്നുണ്ടോ? കയ്യിൽ എപ്പോഴും അഴുക്കാവും, അല്ലെങ്കിൽ അവിടെ തുടരുത് ഇവിടെ തുടരുത്, എപ്പോഴും കൈ വൃത്തിയായിട്ട് കോൺസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ ഫ്രീക്വൻ്റ്ലി നമ്മൾ ഈ സാനിറ്റൈസർ ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ എപ്പോഴും ജേംസ് ഫ്രീ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നവരാണോ? കുഞ്ഞുങ്ങൾ പ്രകൃതിയായിട്ടും മൃഗങ്ങളുമായിട്ടും മണ്ണുമായിട്ടും വെള്ളവുമായിട്ടും മരവുമായിട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്ത് വേണം കുഞ്ഞുങ്ങൾ വളരാൻ. എല്ലാം നമ്മൾ അവരെ മണ്ണിലേക്ക് ഇറക്കാതിരുന്നാൽ എന്താ സംഭവിക്കുന്നത്? മണ്ണിനോടും വെള്ളത്തിലൊക്കെ കളിക്കുമ്പോഴേ അവർക്ക് ശരിക്കും അവരുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ സിസ്റ്റം നന്നായിട്ട് ഡെവലപ്പ് ആവത്തുള്ളൂ. എല്ലാം മണ്ണിലും ഒക്കെ ബാക്ടീരിയാസ് ഉണ്ടാവും. റെഗുലറായിട്ട് ഇതിനോട് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാലേ അവർക്ക് എപ്പോഴും ഇതിനെതിരെ ഒരു റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുള്ളൂ. അവരുടെ ഒരു ശാരീരികവും മാനസികവും അതുപോലെ തന്നെ അവരുടെ ബ്രെയിനിന്റെ ഡെവലപ്മെന്റിനും വളരെയേറെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. മണ്ണിൽ കളിക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും മൃഗങ്ങളെ തലോടുന്നതും പക്ഷികളെ കൈകൊണ്ട് തൊടുന്നതും ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരുപാട് വൈകാരികവും ഫിസിക്കലായിട്ടുള്ള ഒരു പ്രതിരോധ ശേഷി ഡെവലപ്പ് ചെയ്യുന്നതിന് ഒരുപാട് സഹായിക്കുന്നവയാണ്. റിച്ച് സെൻസറി എക്സ്പീരിയൻസസ്, അതായത് മണ്ണിൽ കളിക്കുന്നതും വെള്ളത്തിൽ കളിക്കുന്നതും കിളികളുടെ ശബ്ദം കേൾക്കുന്നതും മണലിൽ കൂടെ ഉരുളുന്നതും അതുപോലെ തന്നെ മൃഗങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നതെല്ലാം അവർക്ക് ഒരുപാട് റിച്ച് ആയിട്ടുള്ളൊരു സെൻസറി എക്സ്പീരിയൻസസ് ആണ് കിട്ടുന്നത്. ഇതിലൂടെ ന്യൂറോ മച്ചുറേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾ മണ്ണിലിറങ്ങി കളിച്ചോട്ടെ, കുഞ്ഞുങ്ങൾ കല്ലിൻ്റെ പുറത്തുനിന്ന് കയറിക്കോട്ടെ, അവർ ഓടിക്കോട്ടെ, കിടന്നൊന്ന് ഉരുണ്ടോട്ടെ, ചെറിയ ഒന്ന് തട്ടി വീണാലൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടുകയാണ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിസ്ക് എടുക്കാനുള്ളൊരു ധൈര്യം കിട്ടുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവിങ് സ്കിൽ അവർ പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഒരിക്കലും 4 ചുവരിനുള്ളിൽ വളരേണ്ടവരല്ല. അവർ പ്രകൃതിയിൽ ഇറങ്ങി പൂക്കൾ മണക്കുകയും പക്ഷികളുടെ ശബ്ദം കേൾക്കുകയും മണ്ണിനകത്തിലും വെള്ളത്തിലും കളിക്കുകയും മരത്തിലൊക്കെ കയറിയിട്ടാണ് കുഞ്ഞുങ്ങൾ ഒരു ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി വളർന്നു വരേണ്ടത്.